അവളൊക്കെയാണ് ക്യൂട്ടി അത്ര. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വേണ്ട, എന്റെ വായിൽ നോക്കി പുണ്ണാണ് എടുക്കുക. പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇപ്പൊ നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ട് തുടങ്ങിയാണ്. ഇപ്പം ഈ ഒരു കണ്ട സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഞാനും ഏട്ടനും കൂടെ ഈ സ്കൂട്ടിയിൽ. വണ്ടി ഓടിക്കുന്ന മൂപ്പരാണെങ്കിലും മൂപ്പരെ ഉമ്മർത്തുനിന്ന് നീപ്പിച്ച് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ പെട്ട പാടുണ്ട്. മക്കൾക്കേ അറിയുള്ളൂ കേട്ടോ. പോരിനേയില്ല, വാശി പിടിച്ചിരിക്കുക. ഞാൻ പെയിൻ കില്ലർ കുടിച്ചോളാം, ഈ ഒന്നും മിണ്ടാണ്ടിരുന്ന 500 ഉറുപ്പ്യ ചിലവാക്കാനായിട്ട്. എന്നിട്ട് ഇത് ഒന്ന് മാറുമോ ഇല്ലതാനും. 1-2 കൊല്ലമായിപ്പോൾ ഈ വാന തുടങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കിള്ളും കയറും പറയാണ്. സംഭവമൊക്കെ ശരി തന്നെയാണ്. അന്നൊന്നും ഒരു ടെസ്റ്റിനും ഏട്ടൻ പോകുന്നിരുന്നില്ല. അതൊക്കെ ഈ ഒരു യൂറിക് ആസിഡ് കൂടിയ കാരണം കൊണ്ടാണ് അങ്ങനത്തെ വേദനകളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു തവണ നമ്മൾ കാണിച്ച് യൂറിക് ആസിഡിൻ്റെ ഗുളികയൊക്കെ ഡോക്ടർ എഴുതി തന്ന് അത് കുറച്ച് ദിവസം കുടിച്ചിട്ട് മൂപ്പരുടെ ഇഷ്ടത്തിന് ആ ഗുളിക കൂടിയോടെ നിർത്തി. ഗുളിക പിന്നെ മേടിച്ചു കൊടുന്നില്ല. ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭേദമായ പിന്നെ ഗുളിക വേണ്ട, ഭക്ഷണത്തിൽ നിയന്ത്രിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഭേദമായി നാളെ തീരുമാനിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടല്ലോ. അപ്പോൾ ഇത്തവണയും ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഗുളിക എത്ര നിങ്ങൾ കുടിച്ചു, എപ്പോഴാണ് നിർത്തി, ഒരു ഡീറ്റെയിൽസും ഇല്ല. അതുകൊണ്ട് തന്നെ മരുന്നൊന്നും തന്നെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നാളെ രാവിലെ റിസൾട്ടുകൾ കിട്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് റിസൾട്ടുകൾ കിട്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പം തരാൻ ഗുളികയും മരുന്നും ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം പറയാമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു വഴിയില്ല. അല്ല, എനിക്കറിയായിരുന്നു അതന്നെയാവും സംഭവിക്കുക എന്നുള്ളതൊക്കെ. അത് അപ്പോൾ കിട്ടുന്ന റിസൾട്ടാണെങ്കിൽ നമുക്ക് വൈകിട്ട് തന്നെ കാണിക്കാമായിരുന്നു. ഇത് പക്ഷേ ഇന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ നാളെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം. ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഏട്ടന് മൂത്രത്തിക്കാലിൻ്റെ പ്രശ്നമുള്ളതാണ്. അത് കൊണ്ടു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഞാനും ഏട്ടനും കൂടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. പക്ഷെ ആ സ്കാനിങ്ങിലൊന്നും തെളിഞ്ഞില്ല. അപ്പോൾ ഓർത്തു ചിലർ പറയുന്നത് കേൾക്കാമല്ലോ മൂത്രത്തിക്കല്ല് തന്നെ പൊട്ടിപ്പോകുന്നു, അങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ നിന്നു. പക്ഷെ ഇപ്പോഴും വീണ്ടും അതിൻ്റെ ഒരു വേദന ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം റിസൾട്ട് കിട്ടി കാണിക്കുമ്പോൾ വേണം കൃത്യമായിട്ട് പറയാനായിട്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് അയില മേടിച്ചു മാർക്കറ്റിൽ പോയിട്ട്. അത് കഴിഞ്ഞ് ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു പരിപ്പ് വട കഴിച്ചു, പിന്നെ ഒരു ചിക്കൻ സമൂസ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഭാഗം വീഡിയോ എടുക്കുമ്പോഴേ ഓർത്തെ ഞാനിങ്ങനെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലെത്തി. എന്താ പറയുക, മുന്നേ ഉണ്ടായിരുന്ന ഒരു ഷോർട്സ് എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഇൻസ്റ്റയിൽ വന്നൊരു കമൻറ്റാണ്, ഇന്ന് മേടിച്ച അയില വറുത്തോ ചേച്ചിയെന്ന്. എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആരോ ഒരാൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുമോ നമ്മുടെ ഫ്രണ്ടോ എന്തോ ആണ്, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയോ ചിലർക്കൊക്കെ നമ്മളെ മനസ്സിലാവേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചയാണിത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് വൈകുന്നേരങ്ങളിലുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല ഏട്ടൻ്റെ കൂടെ സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ ഇങ്ങനെ ചേർന്നിരുന്ന് പോകുന്നത് എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം എന്ന് പറഞ്ഞാൽ അത് ബൈക്ക്, സ്കൂട്ടി അങ്ങനെയൊക്കെയാണ്. സ്കൂട്ടീനേക്കാളും ഇഷ്ടം ബൈക്കാണ്. അതാകുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് സുഖമായിരിക്കുക. സ്കൂട്ടിയിലാകുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്, ഒരു പേടിമാരിയൊക്കെയാണ്. അത് ഞാൻ ഒരു തവണ സ്കൂട്ടിയിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ആദിത്യൻ കരാട്ടയ്ക്ക് പോയിരിക്കുകയാണ്. എൻ്റെ അച്ചൂസ് ഒറ്റയ്ക്കാണ് വീട്ടിൽ. നോന് കരാട്ടയ്ക്ക് പോകണ്ട. അമ്മൂട്ടിക്ക് സമൂസ, ചിക്കൻ സമൂസ, പൊക്കവട. അപ്പോൾ ഒറ്റയ്ക്കിട്ട് പോകാനുള്ളതായില്ലേ? ഈ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വെക്കണേ? അധികം ഒറ്റയ്ക്ക് ഒരിക്കൊന്നുമില്ല കേട്ടോ. അപ്പുറത്തും വലിയമ്മോളെ വീടാണ്, നല്ല സേഫ്റ്റിയാണ്. അപ്പോൾ ഇത്രയും നേരം അവനവൻ്റെ ആദ്രേച്ചിയുടെ അടുത്ത് പോയിരുന്നത്രേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളെത്തുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് മൂപ്പർക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കാനൊരു സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. ഒറ്റയ്ക്കാക്കി പോയതിന് ഇത്തിരി ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് എവിടെ പോകുമ്പോഴും ആദ്യം ഉണ്ടാവുമല്ലോ കൂടെ. ഇന്നിപ്പോൾ ആദിക്ക് കരാട്ടയായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഒരു അവസ്ഥ വന്നത്. അവനവിടെ ടി വിയിൽ ഗെയിമൊക്കെ കളിച്ചിരുന്നിരിക്കുകയാണ്. ബോറടിച്ചിട്ടൊന്നുമില്ല. അയാൾ വേഗം വരികയൊക്കെ ചെയ്തു. പിന്നെ കഴിക്കാൻ സമൂസയും പൊക്കവടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വലിയ പരാതിയും പരിഭവമൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് കിണുങ്ങും. ഒറ്റയ്ക്കാക്കിയിലേക്ക് പേടിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇതിപ്പോൾ കുമ്പ നിറച്ച് തിന്നാനുള്ള പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അവനതൊക്കെ ഇഷ്ടമാണ്. ആ കാരണം കൊണ്ട് എനിക്ക് കുറച്ച് സ്വൈര സമാധാനമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചു. ചിക്കൻ സമൂസ.
ഞാനത് കുറെ അനുഭവിച്ചതാ. നമുക്കല്ല എപ്പോഴും പുണ്ണുണ്ടാവില്ലേ? പുണ്ണാണോ തന്നെ തട്ടിക്കും. എന്താ ഒറ്റപ്പാല റോഡിനുള്ളൊരു കടയാണ്. അന്ന് ഏട്ടനെ കൊണ്ട് ഡോക്ടർക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആയി ഇപ്പോൾ ഡോക്ടർക്ക് പോകാറില്ല. മുന്നേ ഞാൻ ഷോർട്സിലും അതുപോലെ വ്ളോഗിലൊക്കെ ഏട്ടന് യൂറിക് ആസിഡുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് യൂറിക് ആസിഡിൻ്റെ ഗുളികയും മൂപ്പര് കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 1.5 മാസമൊക്കെ തന്നെയുള്ളൂ ഗുളിക കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗുളികയോട് നിർത്തി. ഗുളിക കഴിഞ്ഞു, അത്ര കുറച്ച് ഗുളിക മേടിച്ചായിരുന്നുള്ളൂ. വെക്കൊക്കെ ഒരു വയ്യച്ച ഏട്ടൻ 2-3 മാസത്തിന് ഒന്നിച്ചങ്ങോട്ട് ഗുളിക മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയില്ല. പിന്നെ അതൊരു ഡോസ് കംപ്ലീറ്റ് ആവണ വരെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഏട്ടനാവുമ്പോൾ ഏട്ടൻ അത് ചെയ്യില്ല. ഏട്ടൻ ആ വേദന മാറുന്ന വരത്തേക്കും ഗുളിക കുടിച്ചിട്ട് അവിടെ നിർത്തും. അങ്ങനെ ആ യൂറിക് ആസിഡിൻ്റെ ഗുളിക നിർത്തി. എനിക്ക് അത് മേടിച്ചെടുക്കാൻ പറ്റിയില്ല, ഞാനും ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ള മാതിരി കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പൊ തീരെ വയ്യ. കൊലയത്തൊക്കെ അങ്ങനെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് ഒരേ ഒന്ന് പിടിച്ചാന്ന് പറയും. അപ്പൊ അത് എത്രയും മാത്രം വയ്യാത്തോണ്ടല്ലേ. എത്ര പറഞ്ഞാലും ഡോക്ടറെ അടുത്തേക്ക് പോരാൻ കൂട്ടാക്കില്ല. വാശിയോട് വാശിയ കുട്ടികളെക്കാളും മേലെയാണ് കേട്ടോ. ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണത്. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചിന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് മരിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാണ്. ഏട്ടനാണെങ്കിൽ മൂത്രത്തിക്കാലിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ അത് കുറേയൊക്കെ ഗുളികയൊക്കെ കുടിച്ചിട്ടേ പിന്നെ ഒന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കല്ലൊന്നും തെളിഞ്ഞില്ല. ഞങ്ങളോർക്കും അത് മാറി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒക്കെ ചിലർ പറയുമല്ലോ ഈ മൂത്രത്തിക്കല്ല് തന്നെ പൊട്ടിപ്പോകുന്നു. അങ്ങനെ ഒരു സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മൂത്രത്തിക്കല്ലിന്റെ വേദന വരികയാണ്. പിന്നെ നല്ല പെയിനും ഉണ്ട്. അപ്പോൾ നല്ല പേടിയല്ലേ നമുക്ക് അറിയില്ലല്ലോ ഇതിപ്പോ എന്താ ഏതാന്ന്. അങ്ങനെ ഞാൻ പിടിച്ച പിടി വാശിയാൾ ഇന്നിപ്പോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ ടെസ്റ്റ് വന്നിട്ടുണ്ട് എനിക്ക് പേടിയായിട്ട് വയ്യാട്ടോ. ഇനിയിപ്പൊ നാളെ രാവിലെ ആ ടെസ്റ്റ് കിട്ടി ഡോക്ടർ എന്താ പറയണ നോക്കി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സമാധാനം. ഇപ്പൊ തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ വെച്ചോ. അതുകൊണ്ട് വേദനകൾക്ക് ആക്കണ്ടാവും. മെയിനായിട്ട് ഇപ്പോൾ മൂത്രത്തിക്കല്ലിൻ്റെ വേദന അല്ല, യൂറിക് ആസിഡ് ആ ഒരു സംഭവം ശരീരത്തിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ കെണുപ്പിനൊക്കെ നമ്മുടെ ഈ കൈയിൻ്റെയൊക്കെ മടക്കിനും കെണുപ്പിനൊക്കെ ഭയങ്കര വേദനയാവും. അത് കുറച്ചൊക്കെ ഗുളിക കുടിച്ച് നോർമലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറയണത്. അതും വിചാരിച്ച് ഞങ്ങൾ ഗുളിക കുറച്ചൊക്കെ കുടിച്ചിട്ട് നിർത്തി. പക്ഷെ ഫുഡൊന്നും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ മെയിനായിട്ട് ഈ എന്താ പറയുക പൂള, അതുപോലെ ചേമ്പ്, ചേന അങ്ങനെയുള്ള മണ്ണിൻ്റെ ഇടയിൽ ഉണ്ടാവണതൊന്നും എന്നുവെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും യൂറിക് ആസിഡിന് പറ്റില്ല എന്നാ പറയുക. നിലക്കടല ഏട്ടനാണെങ്കിൽ പ്രത്യേകം ഇഷ്ടമുള്ളതാണ്. ഒന്ന് പൂള, പിന്നെ ചേമ്പുർണി, മോരൊഴിച്ച കറിയത്തേക്ക് ചേമ്പുർണി മൊത്തം രമേശ് ഏട്ടനാ കഴിക്കുക. അങ്ങനെ നിലക്കടല കൊണ്ടുക, അത് പുഴുങ്ങുക, അത് വറുത്ത് തിന്നുക, ഇതൊക്കെ മെയിൻ ഹോബിയാണ്. പക്ഷേ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഇതൊന്നും പറ്റില്ല സാധനം. അപ്പോൾ അങ്ങനെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. ഇനി പക്ഷേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പോലെ അല്ല. ഇനി രമേശേട്ടൻ്റെ ഹെൽത്ത് ആണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ പ്രായം കൂടി വരികയാണ്. പിന്നെ ആരോഗ്യമൊന്നും ഏട്ടൻ ഒട്ടും നോക്കില്ല. അപ്പോൾ എനിക്ക് ആകെ മാസം ഒരു ടെൻഷൻ. എനിക്കിങ്ങനെ മൂത്രത്തിലിങ്ങനെ ബ്ലഡ് കലർന്ന മാതിരി കണ്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ ആയി. പക്ഷെ അത് ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടോ, അത് മൂത്രത്തിൽ കല്ലുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും അത് നേരിടല്ലാണ്ട് വേറെ വഴിയില്ല. വെച്ചിരിക്കണ പ്രശ്നമില്ല, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ കുട്ടികളാണെങ്കിൽ എങ്ങനെയും പിടിച്ച് വെച്ച് കൊണ്ടുപോകും. അത് രമേശേട്ടനൊന്നും പറഞ്ഞാലേ കേൾക്കില്ല. ഒരു എത്ര നിർബന്ധിച്ചാലും ചിലപ്പോൾ തൊള്ള ഇട്ടിട്ട് എൻ്റെ ഒരു പൊന്നാരെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോരേ ചെയ്യില്ല, പോരാൻ കൂട്ടാക്കില്ല. ഇന്ന് പക്ഷേ ഞാൻ ഓഫീസ് വിട്ട് വന്നിട്ട് ഞാൻ മാറ്റൂല, നിങ്ങളുടെ കൂടെ പോകുന്നേ പറ്റുള്ളൂ എന്ന് ഷാർട്ടും പിടിച്ച് നിന്നിട്ടൊക്കെയാണ് ഡോക്ടറത്തേക്ക് കൊണ്ടുപോകുന്നത്. നോക്കാം, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ. സർവേശ്വരൻ സഹായിച്ചിട്ട് സൂക്കട് വയ്യായി ഇല്ലാതിരുന്നാൽ മതി. സ്വത്തും മുതലൊന്നും വേണ്ട, അന്നന്ന് പണിയെടുത്തിട്ട് അന്നന്ന് ജീവിച്ചു പോയാൽ മതി. ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈശ്വരന്മാരുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കുക എപ്പോഴും.
നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മേലെഴുകി കയറിയാൽ നല്ലൊരു സുഖം ഉണ്ടാവും. പക്ഷെ മീൻ നേരേക്കണ്ടേ, അതുകൊണ്ട് ഞാൻ സാരി മാറ്റി മാക്സി ഇട്ട് മീൻ നേരേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ അങ്ങോട്ട് ലൗഡ് സ്പീക്കറിലിട്ടിട്ട് ഫോൺ എൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ടാണ് മീനൊക്കെ നന്നാക്കിയത്. അപ്പം മീൻ നന്നാക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെയും വീട്ടുവിശേഷം, നാട്ടുവിശേഷം, ലോകവിശേഷം ഒക്കെ കഴിഞ്ഞു. മീൻ മൊത്തം വറക്കുകയാണ്, കറി വെക്കുന്നില്ല. കറി ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് തേങ്ങ അരച്ച് പുളി വെക്കൂലേ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലെ നേരേക്ക് വെച്ച് കണ്ട എല്ലാവർക്കും ഇഷ്ടാവുമോന്ന് അറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ മീൻ്റെ തലയുടെ ഭാഗവും കണ്ണും ഭാഗവും ഒക്കെ പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് പിടിക്കൂലല്ലോ. ഞങ്ങളുടെ ചെറുപ്പശ്ശേരി ഭാഗത്തൊന്നും എന്നുവെച്ചാൽ എൻ്റെ ഇടത്തിയമ്മമാരൊക്കെ ഈ ഒരു അയിലയുടെ തലഭാഗവും വാലഭാഗവും ഒക്കെ നല്ലോണം മുറിച്ച് കളയും കേട്ടോ. ഒരിടത്തിയമ്മ അങ്ങനെ ചെയ്യില്ല തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ മലപ്പുറം സൈഡിലേക്കൊന്നും അങ്ങനെ അത് കളയൂല. അത് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലത്തെ കാട്ട വഴുക്കൊക്കെ കളയും. പക്ഷെ ആ തലയുടെ ഭാഗത്തുള്ള കണ്ണും ആ തലയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് എടുക്കും കേട്ടോ. ഇവിടെ ആദ്യം രമേശേട്ടനൊന്നും അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഞാനങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിപ്പിച്ച് അത് ഇഷ്ടപ്പെടുപ്പിച്ചു. പക്ഷെ എൻ്റെ അച്ചൂട്ടനും അതിക്ക് നല്ല ഇഷ്ടമാണ്. ആ തലേന്ന് ഒരു കഴിക്കില്ല, ആ തലയിലുള്ള കണ്ണ് അതിങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞാൽ ആ മീനിൻ്റെ കണ്ണ് തിന്നും കേട്ടോ. ഇക്കൊക്കെ മീനിൻ്റെ തലക്കഷ്ണം ഇഷ്ടം. ചിലർക്ക് നടുവായിരിക്കും, ചിലർക്ക് വാലായിരിക്കും അല്ലേ. എൻ്റെ അച്ചൂട്ടനും ആയിരിക്കും മീൻ മൊത്തത്തിൽ ഇഷ്ടമാണ്. അവർക്ക് മീനേ ഇറച്ചി അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തിത് നന്നാക്കിയപ്പോഴേ 1 കിലോനും കൂടി മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. 100 രൂപയ്ക്ക് 1 കിലോ 100 കിലോ 100 ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വലിയ അയിലല്ലേ, അപ്പോൾ അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയില മേടിച്ചിട്ട് കുറച്ച് ദിവസമായി, അപ്പം നമുക്ക് തികയൂലല്ലോ. പിങ്കൂസിന് ഞാൻ 2 അയിലേനെ തലയൊക്കെ മുറിച്ച് നല്ല ചന്തമാക്കി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നാളെ ചോറ് കൊടുക്കാനായിട്ട്. എന്താ വെള്ളി ഗ്യാസ് ഗുളികയാണേ. ഇക്കാണ് ഗ്യാസ് അമ്മയ്ക്കാണോ? ഞങ്ങൾക്കത് ഭക്ഷണം കഴിക്കാനൊന്നുമല്ലല്ലോ. പൊക്കോട തിന്നേണ്ടേ. ഞങ്ങളിപ്പോ പൊക്കോട കൊണ്ടുവന്നില്ലേ ഡോക്ടർക്ക് പോയിട്ട് വരുമ്പോ അത് കഴിച്ചിട്ടാണ് ഗ്യാസ് അത്ര. തിന്നാനിട്ടല്ല, തിന്നധികമായിട്ട്. എനിക്ക് ഗ്യാസ് ചെയ്ത് അമ്മ കൊണ്ടു കൊടുക്കണം, അമ്മക്ക് ഗ്യാസ് ചെയ്ത് ഞാൻ കൊണ്ടു കൊടുക്കണം. നല്ലതാ മോനെ. എനിക്കാണ് ഇന്ന് ചോറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് അടിച്ച് കയറിയിരിക്കുക. രാവിലെ ആണെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു, പക്ഷെ കഴിച്ചില്ല. ബ്രെഡ് കൊണ്ടുപോയി, ബ്രെഡിൽ ഇങ്ങനെ പീനട്ട് ബട്ടർ തേച്ചിട്ട് അത് കഴിച്ചു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നപ്പോൾ എന്താ കഴിച്ചു, വന്നിട്ട് ദോശ കഴിച്ചു. പിന്നെ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അവിടുന്ന് ചായ എണ്ണപ്പലഹാരം. നോ തിന്നാനുള്ള കാര്യമാണ്. ചിലപ്പോ മുളകാണെങ്കിലോ ആയുർവേദനിക്ക് ഇതെന്താ പീനട്ട് ബട്ടർക്ക് വേണ്ടോ ഉണ്ണിക്ക് വാങ്ങി. ആ സിദ്ധാമിക്ക് വയറ് വേദനിച്ചിട്ട് തീരെ വയ്യ, ഒന്ന് ഉറപ്പിക്കലാണ്. പോയി പഠിച്ചാ പോയിക്കാ ചെല്ലേ, ഞാൻ വരാം. ചെല്ലുമ്പോ ചെല്ലേ ഈ ഡോർ അടച്ച. ഞാനാണെങ്കിൽ ചോറിനകത്തോണ്ടിക്ക് ഒരു ചോറിനുള്ള വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതുപോലെ അയിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അയില വറക്കാം. അച്ഛേ ഞാൻ പേടിക്കില്ലൊക്കെ അറിയുക അവിടെ എവിടെയെങ്കിലും ചെല്ലേ. എന്താ പഠിക്കാൻ ബുക്കിടും? അല്ല എനിക്ക് ഇവിടെ എവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ആ സ്രാവ് വറുത്ത് ചട്ടിയിട്ടാ മീൻ ചട്ടി. ഇന്ന് ഉച്ചാമ്പളേക്ക് സ്രാവ് വറുത്തേണ് കേട്ടോ. അപ്പൊ അതുണ്ട്, കുറച്ചല്ലേ ഉള്ളൂ. പച്ചമുളിക്കുണ്ടോ? അയ്യോ അച്ഛനല്ല, ഓരോ മീൻ മതി കേട്ടോ, ഓരോ മീൻ മതി അറിയാം.
എൻ്റെ വീട്ടിലൊക്കെ മീൻ വാങ്ങിയ അമ്മ അത് 3 നേരത്തേക്കും പിറ്റേ ദിവസത്തേക്കും എടുത്ത് വെക്കും കേട്ടോ. 5 മീൻ ഇപ്പൊ നമ്മള് വറക്കുണ്ട്, ഓരോരുത്തർക്കും ഓരോ മീൻ. അച്ഛനും ആദ്യം ഒരു മീനെ പൊട്ടിച്ചെടുക്കും, പിന്നെ 4 എണ്ണം ഉണ്ട്. ഇത് നാളേക്ക് വേണം, നമ്മള് നാളത്തേക്ക് കരുതി ജീവിക്കും. നാളത്തേക്ക് എടുത്താലേ ചെയ്യണ്ട്. അതില് 5 എണ്ണല്ലേ, 5 കൂടെ 3 കൂട്ടിയാ 8. അതെ. അപ്പൊ ഈ 3 എടുത്തേക്ക് 1 കരുതി വെക്കാം നമുക്ക്. നാളേക്ക് 4 പീസാക്കി ഒരു മീൻ നാളത്തേക്ക് കരുതി വെക്കാൻ. മണ്ടാൻ മണ്ട ഫ്രിഡ്ജ് കൊണ്ടേക്ക് കുഞ്ഞെ തിന്നാൻ പറ്റില്ല. ഓരോന്ന് കൂട്ടി തിന്നാ മതി. അങ്ങക്ക് 1.5 തരാം, നമുക്ക് 2 ഞങ്ങൾക്ക് 2 1. എന്താ വലിയ അയിലാണ്, ഒരെണ്ണം കൂട്ടിയാലൊക്കെ സുഖമായിട്ട് ഉണയിക്കാം. കുറച്ച് സ്വാഗതവും ഗ്യാസ് അടിച്ചേറിയിട്ട് വയറുവേദനിച്ചിട്ട് ഒരു ശരണമല്ല. അമ്മാര് വയറുവേദനയാണ്, തരലാണ്ട് ഗ്യാസ് അടിച്ചേറിയാണല്ലേ, ഭയങ്കര പ്രശ്നമാണ്. ഇതൊരു ചൊവ്വാഴ്ച വ്ളോഗാണ് കേട്ടോ. ഇന്നിപ്പോ എന്റെ ആദ്യക്ക് കാരാട്ടുള്ള ദിവസമാണ്. മുപ്പര് പോയിരുന്നു. രമേശേട്ടൻ വിളിച്ചായിരുന്നു, ഓനെയും കൂട്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയെന്നാണ്. രണ്ടാളും കൂടി ഇപ്പൊ വരും. അപ്പത്തേക്ക് ഈ മീനും വറുത്ത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നീ പഠിക്കാൻ വിട്ടാണോ? ടൈം നോക്കി ഹോംവർക്ക് ചെയ്യാം, അപ്പോഴേക്ക് ഞാൻ വരാം. ഞാൻ ഈ മീൻ വറക്കുമ്പോ ഒത്തിരി ഭാഗം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരു എങ്ങനെയും ഒരു 10-15 മിനിറ്റ് ഒപ്പിക്കാലോ എന്ന് കരുതിയിട്ടാണ്. സിദ്ധു കളിയല്ല കേട്ടോ. ഈ മീൻ വറുത്ത് കഴിഞ്ഞാല് വേഗം വെയിലെഴുക, കുറച്ചേരം അവൻ്റെ കൂടെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവൻ പഠിക്കൂല, ഒന്നുമില്ല. കഴിഞ്ഞു, ഇനി പണികളൊന്നുമില്ല. ഇപ്പൊ ഈ മീൻ വറുത്ത് കഴിഞ്ഞാല് കഴിക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ചതിന്റെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു മോറാൻ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി വയ്ക്കിച്ച തന്നെ ഞാൻ ഒഴിച്ചു മോറൊക്കെ ചെയ്യുള്ളൂ. ഇനി മേലെ എഴുകിയിട്ട് ഭക്ഷണം കഴിച്ച് ഒറ്റ കിടന്നുറങ്ങലാവും. ഭയങ്കര ക്ഷണിക്കുന്നു. ഫുൾ ഡേ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇന്ന് പിന്നെ മൊത്തത്തിൽ അലച്ചിലായിരുന്നു, നല്ലപോലെ ഫുഡും കഴിച്ചിട്ടില്ല. ശരിക്കും നമ്മളുണ്ടല്ലോ കറക്റ്റ് സമയത്ത് തോന്നുന്നില്ലെങ്കിലും ഒരു പിടി കഴിച്ചാൽ മതി, നമുക്ക് അത്ര ക്ഷീണം ഉണ്ടാവില്ല. നമ്മ എപ്പോഴും പറയും ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചാണൊക്കെ ഒരു പിടി ചോറ് തട്ടിലാക്കാൻ എന്താ പാട്, ഒരു പിടി ചോറെടുത്തൂടെ, എന്നാ ഈ ബുദ്ധിമുട്ടുണ്ടോന്ന്. പക്ഷെ ഞാൻ ചെയ്യൂല, അതിനുള്ളത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. മുന്നൊന്നും ഞാൻ ഇനിയിപ്പോ 1 നേരം 2 നേരം കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വയറുവേദന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വയസ്സാവല്ലേ, തള്ള വൈബൊക്കെ തുടങ്ങിയില്ലേ, അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല്ലേ. എണ്ണ വയ്യാത്തോണ്ട് അതെന്താന്ന് ആലോചിച്ചിട്ട് തല പെരുക്കണ വേന നല്ലപോലെ തിന്നി കുടിക്കും ചെയ്യാനിട്ട് വയറില് എന്തോ ഒരു മാതിരി വേന, മൊത്തത്തിൽ ആകെ ഒരു ഭ്രാന്ത്. ഗ്യാസും കൊണ്ട് വയ്യ. ഇന്നിപ്പോ ഈ ഇട്ട വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നാളെ വൈകുന്നേരത്തേക്കെങ്കിലും പോസ്റ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഴ്ച വൈകുന്നേരം 6 മണിക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അത് നടക്കുമെന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ ഇന്ന് തന്നെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ വോയിസും കൊടുത്താൽ വൈകുന്നേരം പോസ്റ്റ് ആക്കാലോ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഒന്നും അതുപോലെ നടക്കണമെന്നില്ല. നോക്കിയൊക്കെ നടക്കെങ്കിൽ നടക്കട്ടെ, അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ഉറക്കം ചില ദിവസം ഭയങ്കര അലച്ചിലാവൂലേ. ഇന്ന് അങ്ങനത്തെ ഒരു അലച്ചിൽ ദിവസമായിരുന്നു. രമേശേട്ടനും ആദ്യം എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ഒച്ച കേട്ടില്ലേ?
എണ്ണ പലഹാരം മേടിക്കുന്നതിന് എൻ്റെ അനിയത്തിയേട്ടനും ചേച്ചിയേട്ടനൊക്കെ എപ്പോഴും ചീത്തേക്കും. എണ്ണ ഇവിടെ വാ, ഇവിടെ വാ ചേട്ടാ. എന്താ ചട്ടിക വന്നപ്പോഴില്ലേ എന്താ എന്ത് വേണം? ഞാൻ സാധാരണ വിചാരിച്ചു നല്ല മണം എന്താണ് എന്താ വഴക്ക്? ഇങ്ങോട്ട് വന്നാ അവിടുന്ന് പോണോ? എന്താ കുഞ്ഞാ അച്ഛേ എന്താണ് അവിടെ? അപ്പൊ എന്തിനാ എന്റെ കുട്ടിക്ക് എന്തേ മേടിച്ചു കൊടുക്കാഞ്ഞേ? അപ്പൊ ഒന്ന് അതിന് മേടിച്ചുകൂടായിരുന്നില്ല എന്നാല് അതിനെ സങ്കടാക്കാന്. അച്ഛാ കുഞ്ഞാ ഇവിടെ വന്നാ നമ്മുടെ കുട്ടി. അമ്മൂട്ടിക്ക് നാളെ കിലോ മേടിക്കാനുള്ള പൈസ അമ്മ തരാം. നിങ്ങൾ എന്താന്നോ അതിനൊരു 10 രൂപയുടെ കിലോയും കൂടി അതിന്. എന്നിട്ട് ആദ്യം അത് വന്ന് പറഞ്ഞപ്പോഴൊന്നാ അച്ഛമായോ എന്താണ് കിലോ വാങ്ങി തന്നില്ലേ അമ്മൂട്ടിക്ക്? കുട്ടിക്ക് അമ്മ വാങ്ങി തരേ കടല അമ്മൂട്ടിക്ക് ഇഷ്ടമല്ലേ? അല്ല അച്ഛനോടിക്കും കടല ചേട്ടാ യൂറിക് ആസിഡ് ഉള്ളവർക്ക് കടല കഴിക്കാൻ പാടില്ല. കടല നിങ്ങക്ക് തിന്നണ്ടേ? കുട്ടിക്ക് എന്താ കൊടുക്കുന്നത്? ഏട്ടാ കുട്ടിക്ക് കടല ഇഷ്ടല്ലേ? കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റും കൂടി കൊടുക്കില്ല. ആദ്യം കരാട്ടെ കഴിഞ്ഞ് റോട്ടിക്ക് ഇറങ്ങിയപ്പോഴേ ഏട്ടനൊരു ടീലോന്റെ ചെറിയ കുപ്പി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനത് കുടിച്ചിട്ട് ആ കുപ്പിയും കൊണ്ട് പോന്നിരിക്കുക. ഇവനോട് എഴുതുണ്ടാക്കാം, അല്ലെങ്കിൽ ഇവനോട് ഒന്ന് വാങ്ങിച്ചാൽ അത് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഇവിടെ എൻ്റെ അച്ചൂട്ടൻ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ ഏട്ടൻ വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് കടല വറുത്തയാണ് കേട്ടോ. ആദ്യമാണ് സെലക്ട് ചെയ്തിരുന്നത്. ഏട്ടനാണെങ്കിൽ അറിയാം അച്ചൂട്ടന് ഇഷ്ടമല്ലാന്ന്. അപ്പൊ ഒരു 10 രൂപയുടെ കുഞ്ഞ് ബിസ്ക്കറ്റ് കൂടെ ആയാലും മതി, എന്തേലും ഒന്ന് അവന് പ്രത്യേകിച്ച് വേണമെന്നേ ഉള്ളൂ. അവൻ കഴിക്കുന്നതല്ലെങ്കിൽ മുറുക്കൊക്കെ ആണെങ്കിൽ പിന്നെ അവൻ കഴിക്കും. അപ്പോൾ എന്തായാലും നല്ലോണം ദേഷ്യം വന്ന് കുറുമ്പും വാശിയൊക്കെ ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ എന്നിട്ട് സമാധാനിപ്പിച്ചെടുത്തതാണ്. പിന്നെ അയില വറക്കൊക്കെ അല്ലേ, വലിയ അയില അമ്മൂട്ടിക്കാണ്. അമ്മൂട്ടിക്ക് ആ ഒരു മീൻ മുറിക്കുമ്പോൾ വലുത് നമ്മുടെ കുട്ടിക്കും കുഞ്ഞിത് ഏട്ടയ്ക്കും കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഞാൻ മയക്കി. കണ്ടാ തന്നെ വായന വരും. എല്ലാവർക്കും എല്ലാവരുടെ കണ്ടില്ലമ്മ, കണ്ടുണ്ട്. കണ്ണിന്റെ ഉള്ളത് കാണാനല്ലോ. അത് വരും, അത് മൊരിഞ്ഞ് കിട്ടും. എല്ലാവർക്കും മീനിന്റെ കണ്ണ് ഇഷ്ടമുണ്ടാവില്ലേ? ചിലർക്ക് ഇത് കാണുമ്പോൾ വറപ്പാവും. കഴിച്ചാലോ? ഞാൻ കുളിച്ചു വരാം കേട്ടോ.